കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ എം പിയാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം CPM വഴിയാണ് രാജ്യസഭാ MP ആയത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കാറുണ്ട്. ഒരു 10 പ്രസംഗമൊക്കെ നടത്തുകയാണെങ്കിൽ അതിൽ 9 എണ്ണവും 3G ആയ പ്രസംഗമാണ്. എന്നാൽ ഒരെണ്ണം എങ്ങനെയോ ക്ലിക്കായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷ എന്നൊക്കെ പറഞ്ഞ് കൈരൾ തന്നെ അതിൻ്റെ മലയാള പരിഭാഷ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏകദേശം ആ പ്രസംഗത്തിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ്: അയോധ്യയിൽ നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയത് അത് ഗാന്ധിയുടെ രാമനെയല്ല, ഗോഡ്സെയുടെ രാമനെയാണ്, രാമൻ ഞങ്ങളുടെയും കൂടിയാണ് എന്ന തരത്തിലൊക്കെ അവർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരമൊരു പ്രസംഗം പാർലമെൻറ്റിൽ നടത്തിയത് അതിൻ്റെ മലയാള പരിഭാഷ എന്നൊക്കെ പറഞ്ഞ് കൈരളി ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വലിയ രീതിയിലൊന്നും സംഖ്യകൾ മറുപടി കൊടുക്കാൻ പോയിട്ടില്ല. ഒരു കാലത്ത് രാമനെ പുച്ഛിച്ച് നടന്നവർ ഇപ്പോൾ ഞങ്ങളുടെയും കൂടി രാമനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു 10-25 വർഷം കഴിയുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിതതുവരെ ഞങ്ങളാണ് എന്ന് ഈ കമ്മികൾ പറഞ്ഞു വെക്കും. അതാണ് അവരുടെ ശീലം. അതുകൊണ്ട് അതിലൊന്നും വലിയ അത്ഭുതമില്ല. എന്തായാലും പക്ഷേ ഈ ബ്രിട്ടാസിൻ്റെ ഈ അനവസരത്തിലുള്ള ഈ ഡയലോഗ്, അതായത് ഗാന്ധിയുടെ രാമനല്ല നാഥുറാമിൻ്റെ രാമനാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്, രാമൻ ഞങ്ങളുടെയും കൂടെയാണ് എന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിന് മറുപടിയായിട്ട് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന നടൻ ഹരീഷ് പെരടി, ഇന്ന് പക്ഷേ അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റ് വിമർശകനാണ്, അദ്ദേഹമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. ആ മറുപടി ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഒരേ ഒരു രാമനേ ഉള്ളൂ, രാമായണത്തിലെ രാമൻ. രാമഭക്തരായ സകല ദൈവവിശ്വാസികളും മഹാത്മാവായ ഗാന്ധിജിയും ആ രാമനെയാണ് വിളിച്ചതും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി ഗാന്ധിജിയുടെ പേരിൽ പുതിയ രാമനെ ഉണ്ടാക്കുന്നത് രാമനെയും ഗാന്ധിയെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ശകുനി തന്ത്രം മാത്രം. ഇവിടെ ശകുനി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമതേ സോഷ്യൽ മീഡിയ ബ്രിട്ടാസിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് പൊട്ടാസ്യം സയനൈഡ് എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചില ചെയ്തികൾ അത്തരം സംഗതികളാണ്. പല സമയത്തും ഒരു ആവശ്യവുമില്ലാതെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില വാചകങ്ങളും പ്രസംഗ കസർത്തുകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് പൊട്ടാസ്യം സയനൈഡ് എന്ന്. അത് അദ്ദേഹത്തിന് ചേരുന്നതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് പിടിവള്ളി നഷ്ടപ്പെട്ട 4-ാം മതത്തിൻ്റെ അവസാന പിടച്ചിൽ മാത്രം. ഈ 4-ാം മതം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ഈ മതം എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ മതങ്ങളെ ഒന്നും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹരീഷ് പേരടി ഇവിടെ കൃത്യമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്ന 4-ാം മതം അത് കമ്മ്യൂണിസം എന്ന മതമാണ്. ആ മതത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പിടിവള്ളി നഷ്ടപ്പെട്ട 4-ാം മതത്തിൻ്റെ അവസാന പിടച്ചിൽ മാത്രം. രാമനില്ലാതെ നിലനിൽക്കാൻ പറ്റില്ലെന്ന തിരിച്ചറിവ് മാത്രം. രാം നാം സത്യഹേ എന്ന് എല്ലാ അവിശ്വാസികളും ഉറക്കെ ചൊല്ലുന്നു. ഇതാണ് ബ്രിട്ടാസിന് കൊടുത്തിരിക്കുന്ന മറുപടി. ഒരു കാലത്ത് അവരുടെ സഹയാത്രികനായിരുന്ന ആളുടെ നാവിൽ നിന്ന് തന്നെ ഇങ്ങനൊരു മറുപടി ഏറ്റുവാങ്ങാനാണ് ബ്രിട്ടാസിൻ്റെ വിധി. സത്യത്തിൽ ബ്രിട്ടാസിൻ്റെ ഫ്യൂസ് അടിച്ചു പോകുന്ന മറുപടി തന്നെയാണിത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.